വിവാഹിതരാകുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ വലിയ ഒരാഗ്രഹമാണ് ഒരു കുഞ്ഞ് ഉണ്ടാകുക എന്നുള്ളത്. നമുക്കറിയാം, ഇത് അനേകർക്ക് ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കാതെ വരുമ്പോൾ എത്രയോ മനുഷ്യരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിരാശരായി പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയും അനേകരുടെ നിന്ദകൾ അനുഭവിക്കുന്നതായി നമ്മൾ സമൂഹത്തിൽ കാണാറില്ലേ? എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിവാഹിതരായ മക്കൾ ജനിക്കാതെ വന്നപ്പോൾ ഒരു ദമ്പതിമാർ ചെയ്ത വലിയ ഒരു കാര്യമുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ഇസഹാക്കിന് 40 വയസ്സ് പ്രായമുള്ളപ്പോൾ അവൻ റെബേക്കയെ ഭാര്യയായി സ്വീകരിച്ചു. പിന്നീട് അവർക്ക് മക്കളില്ലാതെ വന്നപ്പോൾ ഇസഹാക്ക് അവിടെ ചെയ്ത കാര്യം എന്തായിരുന്നു? അവൻ തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റെബേക്ക ഗർഭിണിയാകുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ ഒരിക്കലും ഈ ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഈ ദമ്പതിമാരെ എപ്പോഴെങ്കിലും പരസ്പരം പഴിചാരുന്നതായും കുറ്റപ്പെടുത്തുന്നതായും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിരാശരാകുന്നതായും നമ്മൾ കാണുന്നില്ല. പകരം റെബേക്കായ്ക്കുണ്ടായിരുന്ന വലിയ ഒരു പ്രത്യേകതയാണ് കാത്തിരിക്കുവാനുള്ള വലിയൊരു മനസ്സ്. ഭർത്താവായ ഇസഹാക്ക് അവിടെ എന്താ ചെയ്തത്? അവൻ തൻ്റെ വന്ധ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. 1 ദിവസമോ 2 ദിവസമോ 1 മാസമോ 2 മാസമോ 1-2 വർഷവുമോ അല്ല. ഇസഹാക്ക് തൻ്റെ ഭാര്യയായ റെബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് 20 വർഷക്കാലമാണ്. 20 വർഷവും പ്രാർത്ഥിച്ച് കാത്തിരിക്കുവാനുള്ള വലിയൊരു മനസ്സ് ഈ ദമ്പതിമാർ കാണിച്ചു. എന്താണ് അതിൽ നിന്ന് ഉണ്ടായ ഫലം? ദൈവം അവർക്ക് 2 മക്കളെ കൊടുക്കുന്നു, യാക്കോബിനെയും ഏസാവിനെയും. ഇന്ന് പരസ്പരം വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അനേകരാലെ കുറ്റപ്പെടുത്തപ്പെടുമ്പോഴും പരസ്പരം പഴിചാരി അനേകരാലെ പഴിചാരപ്പെട്ട് നിരാശരാകുമ്പോഴും നമ്മൾ ഇവരെ ഓർക്കുക. പരസ്പരം ഇവർ കുറ്റപ്പെടുത്തിയോ, ഇവർ നിരാശരായിപ്പോയോ? സ്നേഹമുള്ളവരെ, ഏതാനും വർഷങ്ങൾ ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കുമ്പോൾ നിരാശരായി പോകുകയല്ല ദമ്പതിമാർ ചെയ്യേണ്ടത്. പകരം ഇവിടെ ഇസഹാക്കും റെബേക്കായും നമുക്കൊരു മാതൃകയാണ്. എന്താണ്? അവർ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് കണ്ണീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 1, 2 3, 4, 5 വർഷമല്ല, 20 വർഷക്കാലം കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള വലിയ മനസ്സവർക്കുണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം 2 മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു എന്ന് ദൈവം വലിയൊരു സമ്മാനം അവർക്ക് കൊടുത്തു. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, മക്കൾ ദൈവത്തിൻ്റെ ദാനവും ഉദരഫലം ഒരു സമ്മാനവും എന്ന്. ദൈവം നൽകുന്ന സമ്മാനമാണ് മക്കളെന്ന് പറയുന്നത്. ഉദരഫലം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ദാനം കൂടിയാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് കുട്ടികൾ ഇല്ലാതെ വരുന്ന ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ നിരാശരായി പോകാതെ ഇസഹാക്കിനെയും റെബേക്കയെയും പോലെ കാത്തിരുന്ന് ക്ഷമയോടെ വിശ്വാസത്തോടെ ലഭിക്കുമെന്ന ഉറപ്പോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതും ഇന്നും സംഭവിക്കും. അന്ന് മാത്രമല്ല ഇത് സംഭവിച്ചത്, ഇന്നും ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നാളെയും ഇത് സംഭവിക്കും. കാരണം നാം വിശ്വസിക്കുന്നവൻ ജീവനുള്ളവനാണ്, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്നവനാണ്. അവനോടാണ് നാം എപ്പോഴും നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുന്നത് എന്ന് ഓർത്ത് നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുക. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, മക്കളില്ലാതെ വരുമ്പോൾ പരസ്പരം പഴിചാരാതെ പരസ്പരം കുറ്റപ്പെടുത്താതെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ നാളെ നിങ്ങളും ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെടും. റെബേക്ക, ഇസഹാക്ക് ദമ്പതികൾ നമ്മുടെയും ജീവിതത്തിൽ ഒരു മാതൃകയാകട്ടെ. ഓർക്കുക, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ്. എന്നെ കേൾക്കുന്ന എല്ലാ ദമ്പതിമാർക്കും ദൈവം ഉദരഫലം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതിമാരെയും ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.